നമസ്കാരം. 2025 സെപ്റ്റംബർ മാസത്തിൽ മകരം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ ഉത്രാടം 45 നാഴിക, തിരുവോണം അവിട്ടം 30 നാഴിക, ഈ രണ്ടേകാൽ നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സൗഭാഗ്യ ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ജ്യോതിഷ ഫല സൂചനകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓം നമഃ ശിവായ. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇവിടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ വാസ്തു സംബന്ധിയായിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നിരന്തരം അപ്ലോഡ് ചെയ്തു വരുന്നത്. ഞാൻ ഓരോ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഉടൻ തന്നെ അത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതും ആയിരിക്കും. അപ്പോൾ ഇവിടെ 2025 സെപ്റ്റംബർ മാസത്തിൽ മകരം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ മകരം രാശിക്കാർക്ക് വെല്ലുവിളികളുടെയും അവസരങ്ങളുടെയും ഒരു മാസമായിരിക്കും 2025 സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. തുടക്കത്തിൽ 9ാം ഭാവത്തിലെ സൂര്യൻ, ബുധൻ, കേതു എന്നിവർ സമ്മിശ്ര ഫലങ്ങൾ നിങ്ങൾക്ക് നൽകിയേക്കാം. 2ാം ഭാവത്തിൽ രാഹു സാമ്പത്തിക സമ്മർദ്ദത്തിന് കാരണമാകും. 9ാം ഭാവത്തിലെ ചൊവ്വ ആരോഗ്യത്തിലും നിക്ഷേപങ്ങളിലും ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. എന്നാലും മാസത്തിന്റെ 2ാം പകുതിയിൽ മികച്ച സാധ്യതകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ അവസരം വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ വിജയം അനുഭവപ്പെടും എങ്കിലും 2ാം പകുതിയിൽ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരാം. പ്രണയ വിവാഹങ്ങൾ കൂടുതൽ സാധ്യത ഉള്ളതിനാൽ പ്രണയബന്ധങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാനും ഇവിടെ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നു. അതേസമയം വിവാഹിതരായ വ്യക്തികൾക്ക് ഭർതൃ വീട്ടുകാരുമായിട്ട് ചില പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കരിയറിൻ്റെ കാര്യത്തിൽ ഈ മാസം വളരെ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രമോഷനുകളിലോ മുന്നേറ്റങ്ങളിലോ പ്രാരംഭ വിജയം, തുടർന്ന് ചെറിയ ജോലിസ്ഥലത്തെ ചില ചെറിയ പ്രശ്നങ്ങൾ, പുതിയ കോണ്ടാക്റ്റുകളിൽ നിന്ന് ബിസിനസ് പ്രൊഫഷണലുകൾക്ക് പ്രയോജനം ലഭിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഈ 2025 സെപ്റ്റംബർ മാസത്തിൽ മകരം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഇവിടെ കാണുന്നു. എന്നാലും മാസത്തിന്റെ 2ാം പകുതിയിൽ ദുർബലമായ ഫലങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് മാസത്തിന്റെ ആരംഭം അക്കാദമിക് പ്രകടനത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ആഴത്തിലുള്ള മേഖലകൾ പഠിക്കുന്ന, അതായത് എന്തെങ്കിലും സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണപ്രദമായിട്ടാണ് ഈ സെപ്റ്റംബർ മാസം കാണുന്നത്. എന്നാലും 5ാം ഭാവത്തിൽ ശനിയുടെ വശം പരീക്ഷകളിലെ വെല്ലുവിളികളെ സൂചിപ്പിക്കുന്നു. സ്ഥിരമായ പരിശ്രമം എല്ലാ മത്സര പരീക്ഷകളിൽ ഏർപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മത്സര പരീക്ഷകളൊക്കെ അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മാതാപിതാക്കൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങളും സാമ്പത്തിക മെച്ചപ്പെടുത്തലുകളും ഉള്ള ഒരു കുടുംബജീവിതം പൊതുവെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളായിരിക്കും ഈ സെപ്റ്റംബർ മാസത്തിൽ നൽകുക. എന്നാലും സഹോദരങ്ങളുമായിട്ട് ചെറിയ ചില സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ആദ്യ പകുതിയിൽ, അതായത് പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ പ്രണയ ബന്ധങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധിയാണ് കാണപ്പെടുന്നത്. അടുപ്പം വളരുന്നതായിരിക്കും. വിവാഹിതരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി ഐക്യം കൊണ്ടുവരാനും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവാനും ഉള്ള സാധ്യത കാണുന്നു. പക്ഷേ ശുക്രന്റെ പിന്നീടുള്ള ചലനം ഭർതൃ വീട്ടുകാരുമായിട്ട് ചെറിയ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സാമ്പത്തികമായി ഈ മാസം നിങ്ങൾക്ക് നേട്ടങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും കൊണ്ടുവരുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ നഷ്ടങ്ങളും പിന്നീട് വർദ്ധിച്ച സാമ്പത്തിക സുസ്ഥിരതയും നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക്. ഇനിയിപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ തൊണ്ടയിലോ തോളുകളിലോ ഉള്ള ചെറിയ ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചെറിയ ചില രോഗങ്ങൾ എന്നിവയുൾപ്പെടെ ആരോഗ്യം ചെറിയ ആശങ്കകൾ സൃഷ്ടിച്ചേക്കാം. അതിനാൽ ഭക്ഷണത്തിലും മൊത്തത്തിലുള്ള ആരോഗ്യത്തിലും നിങ്ങളുടെ ദിനചര്യകളിലും
പ്രത്യേകം ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളത് ഈ മകരം രാശിയിൽ വരുന്ന 2 നക്ഷത്രക്കാരും ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ മകരം രാശിയിൽ വരുന്ന 2 നക്ഷത്രക്കാർക്ക് ഈ ദോഷഫലങ്ങളുടെ കാഠിന്യം, അതായത് 2025 സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു നല്ല പ്രതിവിധിയായിട്ട് കാണുന്നത് മഹാരാജാവ് ദശരഥൻ രചിച്ച നീൽശനി സ്തോത്രം പാരായണം ചെയ്യുന്നത് ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾ മകരം രാശിയിൽ വരുന്ന 2 നക്ഷത്രക്കാരും പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിത യാത്രയിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും നല്ല സമയങ്ങളും മോശം സമയങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും ജാതകത്തിൻ്റെയും അല്ലെങ്കിൽ ഗ്രഹനിലയുടെയും ജനന സമയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല സമയങ്ങളും മോശം സമയങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നല്ല സമയങ്ങളെയും മോശം സമയങ്ങളെയും ഒക്കെ നേരത്തെ മനസ്സിലാക്കി അതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ജനന സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിന്റെ അടിസ്ഥാനത്തിൽ മോശം സമയമാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള മോശം സമയം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി, അതല്ല നിങ്ങളുടെ ജനന സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജാതകപ്രകാരം അല്ലെങ്കിൽ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അല്പം നല്ല സമയമാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള നല്ല സമയം കൊണ്ടുള്ള നല്ല ഫലങ്ങൾ പൂർണ്ണമായിട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്നവരൊക്കെ ഈ സമയത്തൊക്കെ ക്ഷേത്ര ദർശനങ്ങളും മന്ത്രോച്ചാരണങ്ങളും വഴിപാടുകളുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ നമ്മളുടെ ജീവിതയാത്രയിൽ നടത്തുന്ന ഓരോ ക്ഷേത്ര ദർശനങ്ങൾക്കും ഓരോ മന്ത്രോച്ചാരണങ്ങൾക്കും ഓരോ വഴിപാടുകൾക്കും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വളരെ വലിയ നല്ല ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നൽകാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദം ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള മറ്റുള്ള കുടുംബാംഗങ്ങളിലേക്കും അവരുടെ സുഹൃത്ത് വലയങ്ങളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. കാരണം ഈ വീഡിയോ അവർക്കും ഒരുപാട് ഉപകാരപ്രദം ആകുന്നത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും പുതിയ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഓം നമഃശിവായ.